ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പുത്തൻവേലിക്കരയിൽ ഒഴുക്കിൽപ്പെട്ട 2 പെൺകുട്ടികൾ മുങ്ങി മരിച്ചു. ഇളന്തിക്കര കൊടകര സ്വദേശികളായ ജ്വാലലക്ഷ്മി, മേഘ എന്നിവരാണ് മരിച്ചത്. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി 27 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥർക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നതായി പരാതി. അതിക്രമം കാണിച്ചത് ഓഫീസർ കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുത്തൻവേലിക്കരയിൽ ഒഴുക്കിൽപ്പെട്ട 2 പെൺകുട്ടികൾ മുങ്ങി മരിച്ചു. ഇളന്തിക്കര കൊടകര സ്വദേശികളായ 13 വയസ്സുള്ള ജ്വാലലക്ഷ്മി, 26 വയസ്സുള്ള മേഘ എന്നിവരാണ് മരിച്ചത്. ബന്ധുവീട്ടിലെത്തിയവരായിരുന്നു കുട്ടികൾ. കുളിക്കാനിറങ്ങിയ 5 പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പുത്തൻവേലിക്കരയിൽ ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു. 2 പേർ മരിച്ചു, ഒരാളെ രക്ഷപ്പെടുത്തി. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. പെൺകുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത് കണ്ട് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് 3 പേരെയും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരിൽ 2 പേർ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഒരാൾ അപകടനില തരണം ചെയ്തു. മേഘ, ജ്വാലലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. മുത്തച്ഛൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാൻ ബന്ധുവീട്ടിലെത്തിയ കുട്ടികളാണ് മരിച്ചത്. ഒരു കുട്ടി ആദ്യം പുഴയിലെ കുഴിയിലേക്ക് വീണു. അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കവേ മറ്റ് 2 പേർ കൂടി അപകടത്തിൽപ്പെടുകയായിരുന്നു. 2 പെൺകുട്ടികൾ പുഴയിലേക്ക് ഇറങ്ങിയിരുന്നില്ല. ഇവരുടെ കരച്ചിൽ കേട്ടെത്തിയ സമീപത്ത് കക്ക വാരുകയായിരുന്ന ആളുകളാണ് കുട്ടികളെ പുറത്തെടുത്തത്. 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. മീഡിയ ടൈം, പുത്തൻവേലിക്കര. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ റിട്ടയർഡ് SI മരിച്ചു. കൊടുങ്ങല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം സ്വദേശി ശ്രീകുമാറാണ് മരിച്ചത്. ദേശീയപാത 66 കോതപറമ്പ് സെന്ററിന് സമീപം ഇന്ന് രാവിലെ 10:30 അപകടം. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന നാലുമാക്കൽ ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. വടക്കുഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറിൽ പിറകെ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. ഇയാളുടെ തലയിലൂടെ ബസ്സിന്റെ ചക്രം കയറിയിറങ്ങി. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ശ്രീകുമാർ മരണമടഞ്ഞു. ഫസ്റ്റ് കെയർ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി 27 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യവകുപ്പും പഞ്ചായത്ത്, ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതരും പോലീസും ചേർന്ന് ഹോട്ടലിൽ പരിശോധന നടത്തി. ഇന്നലെ രാത്രി 8:30 സെന്ററിന് വടക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിച്ചവരാണ് ആശുപത്രിയിലുള്ളത്. പാഴ്സൽ വാങ്ങി കൊണ്ടുപോയി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്ന് പറയുന്നു. പെരിഞ്ഞനം, കയ്പമംഗലം സ്വദേശികളാണ് ആശുപത്രിയിലുള്ളത്. കൊടുങ്ങല്ലൂർ, ഇരിഞ്ഞാലക്കുട എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പും പഞ്ചായത്ത്, ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതരും പോലീസും ചേർന്ന് ഹോട്ടലിൽ പരിശോധന നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, ഹെൽത്ത് സൂപ്പർവൈസർ VS രമേശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. മീഡിയ ടൈം, പെരിഞ്ഞനം. പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നതായി പരാതി. അതിക്രമം കാണിച്ചത് ഓഫീസർ കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ. ഓഫീസിൽ വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം നടത്തിയെന്ന യുവതി. അക്കാദമി ഡയറക്ടർക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പരാതി നൽകി. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയതായി പരാതി. ആംഡ് പോലീസ് ഇൻസ്പെക്ടർക്കെതിരെയാണ് പരാതി. ആഭ്യന്തര അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതായാണ് സൂചന. രാമവർമ്മപുരത്തെ പോലീസ് അക്കാദമിയിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ ലൈംഗിക അതിക്രമ ശ്രമം ഉണ്ടായെന്നാണ് പരാതി. കഴിഞ്ഞ ആഴ്ചയായിരുന്നു സംഭവങ്ങൾ ഉണ്ടായത്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. 17 ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ലൈംഗിക താൽപര്യത്തോടെ സംസാരിച്ചു. പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിലും ഇത് ആവർത്തിച്ചു. താൽപര്യമില്ലെന്ന് അറിയിച്ചിട്ടും മോശമായി പെരുമാറിയെന്നാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ പരാതി.
വീട്ടിലേക്ക് മടങ്ങിയ ഉദ്യോഗസ്ഥ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ആലോചിച്ച ശേഷമാണ് അക്കാദമി ഡയറക്ടർക്ക് പരാതി നൽകിയത്. പിന്നാലെയാണ് ഡയറക്ടർ ആഭ്യന്തര സമിതിക്ക് അന്വേഷണം കൈമാറിയത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് സമിതി കണ്ടെത്തിയെന്നാണ് സൂചന. സമിതി റിപ്പോർട്ട് ഡയറക്ടർ പരിശോധിച്ച ശേഷം കേസ് വിയ്യൂർ പോലീസിന് കൈമാറുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. മീഡിയ ടൈം, തൃശൂർ. മദ്യനയ ആരോപണത്തിൽ തുടക്കത്തിലെ ആവേശം പ്രതിപക്ഷത്തിന് ഇപ്പോഴില്ലെന്ന മന്ത്രി പി രാജീവ്. പ്രതിപക്ഷ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പൊളിഞ്ഞു. പുതിയ മദ്യനയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണെന്നും പി രാജീവ് പറഞ്ഞു. അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ചുള്ള ഒരു മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി തന്നെ എനിക്ക് തോന്നുന്നു ആ നാടകം അതോടുകൂടി അവസാനിച്ചിട്ടുണ്ടാകുന്നുണ്ട്. ഒരു കാര്യം വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, പുതിയ നയം സംബന്ധിച്ച ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതല്ലേ, ആയത്തിലാവേശം ഇപ്പോൾ കാണുന്നില്ലല്ലോ. വാദ്യപ്രമാണിമാർ നിറഞ്ഞ വേദിയെയും കുഴൂരിലെ കലാകാരന്മാരും മേള ആസ്വാദകരും അടങ്ങിയ സദസ്സിനെയും സാക്ഷി നിർത്തി പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചു. നാദനാരായണം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നാരായണ മാരാർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ശതാബ്ദി സുവർണമുദ്ര ചെറുതാഴം കുഞ്ഞിരാമ മാരാർക്ക് സമർപ്പിച്ചു. പലേലി മോഹനന്റെ സംവിധാനത്തിൽ തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രകാശനം നടന്നു. ചോറ്റാനിക്കര വിജയൻ മാരാർ മുഖ്യാതിഥിയായി. IS കുണ്ടൂർ ശതാബ്ദി സന്ദേശം നൽകി. കാളത്തിമേക്കാട് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് നിലവിളക്ക് കൊളുത്തിയതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കുഴൂരിലെ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപ്രകടനങ്ങളോടെയുള്ള വാദ്യഘോഷയാത്രയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ നിർവഹിച്ചു. ബ്രാഹ്മണിപ്പാട്ട്, സോപാന സംഗീതം, പഞ്ചാരിമേളം, കാവടിയാട്ടം, കാവടിച്ചിന്ത്, പാക്കനാർക്കളി, മാർഗംകളി, ശാസ്താംപാട്ട്, കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി, മേജർ സെറ്റ്, പഞ്ചവാദ്യം, മിഴി ഫോക്ക്, ലോർ ബാൻഡ് അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ തുടങ്ങിയവ പരിപാടിക്ക് മിഴിവേകി. ഡോക്ടർ ശ്രുതി വിജേഷ് മാരാറിൻ്റെ രംഗാവിഷ്കാരവും ഉണ്ടായി. TI മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കാലടി കൃഷ്ണയ്യർ, MNS നായർ, KV വസന്തകുമാർ, നന്ദിത വിനോദ്, വിജേഷ് മാരാർ, വിനീത് ചാക്യാർ, സെയ്തു മേനോൻ ചിറ്റേത്ത്, KP തങ്കപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആചാര്യസ്മരണയിൽ 100 ദീപങ്ങൾ തെളിയിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുഴൂർ നിവാസികളെ ആദരിച്ചു. മീഡിയ ടൈം, മാള. ഇനി നാട്ടിൽ നടന്നത്. വെണ്ണൂർ സെന്റ് മേരീസ് ഇടവകയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ഫാദർ റോബിൻ ചുറ്റുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ വിൻസെന്റ് കുണ്ടുകുളം തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോസ് മാളിയേക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഊട്ടുനേർച്ചയും നടന്നു. അപൂർവ തിരുമുക്കുളം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് CEO ഡോക്ടർ വർഗീസ് ജോർജ് സംഗമം ഉദ്ഘാടനം ചെയ്തു. CB മോഹനൻ ചുളക്കൽ അധ്യക്ഷത വഹിച്ചു. പോൾസൺ കണ്ടംകുളത്തി, കണ്ണൻ കോമളം, പാട്രിക് പോൾ കണ്ടംകുളത്തി, സന്തോഷ് പുതുവക്കാട്ട്, സുന്ദരൻ നമ്പീശൻ തുടങ്ങിയവർ സംസാരിച്ചു. DYFI കുഴൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. കുഴൂർ ദർശന ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി. IS അക്ഷയ്, VG പ്രദീപ്, TS പുഷ്പൻ, അരുൺ, ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ സബീൽസ് എജു കെയർ ഫൗണ്ടേഷൻ ദുബായ് പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. മാള മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന മഹല്ല് ഓഫീസ് സെക്രട്ടറി CM മുഹമ്മദ് അലിക്ക് യാത്രയയപ്പ് നൽകി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു മുഖ്യാതിഥിയായി. മാള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, മഹല്ല് ഇമാം സുബൈർ മന്നാനി, KA അബ്ദുൽ ജലീൽ, ത്വാഹ ഹാഫിസ്, PM ഇസ്മായിൽ, സഗീർ കടവിൽ, സൈഫുദ്ദീൻ നാലകത്ത്, SA റിയാസ് എന്നിവർ സംസാരിച്ചു.
അന്നമനട ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് വികസന സമിതി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാലക്കുടി ഐ വിഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഇക്ബാൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KK രവി നമ്പൂതിരി, ഷീജ നസീർ എന്നിവർ സംസാരിച്ചു. പുത്തൻചിറ വെള്ളൂർ സാംസ്കാരിക സമിതി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് PS ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കുടുംബ സംഗമത്തിൽ MM നൌഷാദ്, ഷിബു മുതുകാടൻ എന്നിവർ സംസാരിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പുത്തൻചിറ തയ്യിൽ അയ്യപ്പൻ കുടുംബക്ഷേമ സമിതി കുടുംബസംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് TR വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. രാജു പനങ്ങാട്ട്, TS ഷാജി, TR ശിവൻ, TK ബാലൻ, TS തിലകൻ, TM രാജു, TK ശശിധരൻ എന്നിവർ സംസാരിച്ചു. ചന്ദ്രപിന്നി കണ്ണമ്പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ദിശ കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരു സ്മാരക സമാജം ഹാളിൽ നടന്ന അനുമോദന യോഗം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TN അജയകുമാർ അധ്യക്ഷനായി. TV സജീവ് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പുത്തൻവേലിക്കരയിൽ ഒഴുക്കിൽപ്പെട്ട 2 പെൺകുട്ടികൾ മുങ്ങി മരിച്ചു. ഇളന്തിക്കര, കൊടകര സ്വദേശികളായ ജ്വാലലക്ഷ്മി, മേഘ എന്നിവരാണ് മരിച്ചത്. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി 27 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥർക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നതായി പരാതി. അതിക്രമം കാണിച്ചത് ഓഫീസർ കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ. ന്യൂസ് റൗണ്ടപ്പ് പൂർണ്ണമാകുന്നു. നമസ്കാരം.